സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയകൾ 1/3 ചുരുങ്ങി. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണമടക്കം ലഭിക്കാത്തതാണ് കാരണം. കോടികളുടെ കുടിശ്ശിക ലഭിക്കാനുള്ളതിനാൽ കമ്പനികൾ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. പല പ്രാവശ്യം സമരങ്ങളടക്കം നടത്തിയെങ്കിലും നൽകാനുള്ളതിന്റെ കാൽഭാഗം പോലും കമ്പനികൾക്ക് നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പലയിടത്തും കമ്പനികൾ വിതരണം നിർത്തിവെച്ചത്. ഇതോടെ ഹൃദയ ശസ്ത്രക്രിയകൾ അടക്കം 1/3 കുറഞ്ഞു എന്നാണ് കണക്കുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാസം 480 ശസ്ത്രക്രിയകൾ നടന്നിടത്ത് 300 താഴെയായി കുറഞ്ഞു. രോഗികൾക്ക് മാസങ്ങൾക്ക് ശേഷമുള്ള തീയതികൾ കുറിച്ചു നൽകുകയാണ് ഡോക്ടർമാർ. കമ്പനികൾ വിതരണം നിർത്തിയതോടെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ KMSCL-നും നൽകാനുള്ളത് കോടികളാണ്. 100 കോടി രൂപ അനുവദിച്ചു എന്ന് ധനവകുപ്പ് പറയുന്നുണ്ടെങ്കിലും പണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരാശുപത്രിയിലെ കാത്ത് ശരാശരി 8-9 കോടിയോളം രൂപയുടെ ഉപകരണങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. എന്നാൽ കാൽഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഗ്ലാസ്, മാസ്ക്, സർജിക്കൽ ക്യാപ്പ് എന്നിവയ്ക്കും കടുത്ത ക്ഷാമമാണ്. തീയതികൾ ലഭിച്ചിട്ടും മടങ്ങിവരേണ്ട സാഹചര്യത്തിൽ ശസ്ത്രക്രിയകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ. ഭീമമായ തുക ആവശ്യമായതിനാൽ പലരും ശസ്ത്രക്രിയ വേണ്ടെന്ന് വയ്ക്കുകയാണ്. അവകാശവാദങ്ങളും പഴിചാരലുകളും ഒഴിവാക്കി സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.